ഇപ്പോഴത്തെ വലിയൊരു നടപടിയാണ് BCCI ഇതിനെതിരെ എടുത്തിരിക്കുന്നത്. ഋഷഭ് പന്തിന് പിഴ ലഭിച്ചിരിക്കുകയാണ്. മാച്ച് ഫീയുടെ 100% ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് എന്ന താരത്തിന് ഒരു മത്സരത്തിൽ വിലക്കും കൊടുത്തിട്ടുണ്ട്. IPL പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൽഹിയുടെ ഷർദുൽ താക്കൂറിനെ 50% പിഴയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും കോടികളാണ് ഇപ്പോൾ ഡൽഹി ടീമിന് മാത്രമായി ഇന്നലെ പിഴ ചുമത്തിയിരിക്കുന്നത്. ശരിക്കും ഈ ഒരു പണി ഋഷഭ് പന്ത് ചോദിച്ചു വാങ്ങിയതാണ്. സാധാരണ മാച്ച് ഫീയുടെ 20% കൊടുക്കാറ്. എന്നാൽ ഇവിടെ ഋഷഭ് പന്തിന്റെ കാര്യത്തിൽ 100% പിഴ ചുമത്തിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കളി തോറ്റതോടെ മുംബൈ ഈ IPL തുടർച്ചയായി 7ാമത്തെ മത്സരമാണ് തോൽക്കുന്നത്. IPL ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ടീമാണ്. IPL അടക്കി ഭരിച്ചിരുന്ന മുംബൈക്ക് ഇതിൽ കൂടുതൽ നാണക്കേടിന് വരാനില്ല. തോറ്റ ശേഷം മുംബൈ ടീമിൽ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. രോഹിത് ശർമ്മ ടീമിലെ അംഗങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത്. ഇപ്പോൾ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. 7 കളി അടുപ്പിച്ച് ഒരു ടീമും ഇതുവരെ IPL തോറ്റിട്ടില്ല. അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്തം ക്യാപ്റ്റന് തന്നെയാണെന്നാണ് പറയുന്നത്. കോഹ്ലി ക്യാപ്റ്റൻസി രാജിവെച്ചതുപോലെ രോഹിത്തും രാജിവെച്ച് യുവതാരങ്ങൾക്ക് ക്യാപ്റ്റൻസി കൊടുക്കണമെന്നാണ് മുൻ താരങ്ങൾ ഇപ്പോൾ പറയുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ കളി ജയിച്ചതോടെ ചെന്നൈക്ക് ഇപ്പോൾ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ചെന്നൈക്ക് ഇനി പ്ലേ ഓഫിലെത്താൻ എത്ര മത്സരങ്ങൾ ജയിക്കണം തുടങ്ങി ഒരുപാട് സംശയം ആരാധകർക്കുണ്ട്. ശരിക്കും മുംബൈ പോലെയല്ല ചെന്നൈ. ഇപ്പോഴും അവർക്ക് നല്ലൊരു പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട്. CSK പുറത്തായെന്ന് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ 4 പോയിന്റ് ചെന്നൈക്കുണ്ട്. ഇനി ആകെ കൂടി ബാക്കിയുള്ളത് 7 മത്സരമാണ്. ഇതിൽ 6 ജയിച്ചാൽ ചെന്നൈക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. നിലവിലെ ചെന്നൈ ടീം മികച്ചവരാണ്. നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.